ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതിന്റെ സൂചന ആദ്യം തന്നെ സംസ്ഥാന അധ്യക്ഷൻ നൽകുകയുണ്ടായി, BJP അധ്യക്ഷൻ നൽകുകയുണ്ടായി. അനാവശ്യ ചെലവാണ്, അനാവശ്യ ഊർജം പാഴാക്കലാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. മത്സരിക്കുന്നില്ല എന്ന് അപ്പോഴും പറഞ്ഞില്ല. പക്ഷേ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. BDJസിനോട് ആവശ്യപ്പെട്ടു, BDJS മടിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അനാവശ്യ പണച്ചെലവ് എന്ന തോന്നൽ കൊണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ BJPക്കുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാറി നിൽക്കലിന് പിന്നിൽ എന്താണ്? അല്ല, BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി എത്രയോ കാലം മുമ്പേ ആ പാർട്ടിക്ക് കേരളത്തിൽ ഗ്രൗണ്ട് ഇല്ലാത്ത സമയത്ത് മുതൽ ആ പാർട്ടി ഇലക്ഷനൊക്കെ മത്സരിച്ചിട്ടുണ്ട്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJP മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പം ആ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് അർത്ഥങ്ങൾ വരും. അതായത് ഇപ്പം അല്ലെങ്കിൽ തന്നെ അൻവർ പോലത്തെ ഒരാൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് BJPയും CPIM തമ്മിൽ അന്തർധാരയുണ്ട്, അല്ലെങ്കിൽ BJP അപ്പം സ്വാഭാവികമായിട്ടും BJPൻ്റെ ഒരു സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പോലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ലെങ്കിൽ ആ ഒരു വ്യാഖ്യാനത്തിന് അല്ലെ ആ ഒരു അൻവർ പോലത്തെ ഒരു നേതാവ് പറയുന്ന അതിനൊരു ശക്തി കൊടുക്കുന്ന പോലെയാവും. CPM സ്വതന്ത്രനെ നിർത്തുന്നതിന് പകരം 19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനത്തെ തന്നെ നിർത്തുന്നത് ആ തിരഞ്ഞെടുപ്പിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണല്ലോ. അപ്പോൾ BJPക്ക് ആ ഗൗരവം വേണ്ടതില്ല, ആ ഒരു മത്സരത്തിൽ ഞങ്ങൾ ഭാഗമാകേണ്ടതില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം? മാത്രമല്ല BJP കിട്ടിയിരുന്ന വോട്ടുകളുണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പിൽ 8500 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എത്രയായാലും ആ വോട്ട് എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ആ ചോദ്യം BJP നേരിടണ്ടേ? തീർച്ചയായും BJP ആ ചോദ്യം നേരിടണം. BJP 8500 അല്ല, ഇപ്പം ഞാൻ തലശ്ശേരി സ്വദേശിയാണ്. തലശ്ശേരി പോലത്തെ ഒരു സ്ഥലത്ത് 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP മത്സരിച്ചിട്ടുണ്ട്, 82 മത്സരിച്ചിട്ടുണ്ട്. മത്സരിക്കുമ്പോൾ വളരെ ചെറിയ വോട്ട് 3000-3500 വോട്ട് മാത്രം കിട്ടുന്നൊരു പാർട്ടിയായിരുന്നു. ആ പാർട്ടി ഇപ്പം 2021 26,000 24,000 വോട്ട് BJP കിട്ടി. അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.4% അടുപ്പിച്ച് വോട്ട് NDAക്ക് ഉണ്ട്. അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 11% വോട്ട് BJPക്ക് ഉണ്ട്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷന് മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇലക്ഷനിൽ ഇല്ല എന്ന് പറയുന്നത് അതൊരു കൃത്യമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ഇട്ടത്. അപ്പം BJPക്ക് ഇലക്ഷന് മത്സരിക്കണം. ഇലക്ഷന് മത്സരിച്ച് ഇപ്പം ലോക്കൽ ബോഡീൻ്റെ ഒരു കാരണമാണ്, വേറൊരു കാരണമാണ്. ലോക്കൽ ബോഡി വരികയാണ്, ലോക്കൽ ബോഡിക്കാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. ലോക്കൽ ബോഡി ഇപ്പം നിലമ്പൂരിൽ 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. ലോക്കൽ ബോഡി ഇപ്പം താഴെത്തട്ടുള്ള പ്രവർത്തകർ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഊർജ്ജസ്വരാകും. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടി എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സംഘടനാ പ്രവർത്തനവും നന്നായി നടത്താൻ പറ്റുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും BJP ഇലക്ഷന് മത്സരിക്കണം. ആ ഇലക്ഷനിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതൊന്നും ഡെമോക്രസിയിൽ വലിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും മത്സരിക്കണം. ആ മത്സരിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് വലിയൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വം തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടത് തന്നെയാണ്. BJPയിൽ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന പോലെയല്ലല്ലോ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് താഴെത്തട്ടിലെ പ്രവർത്തകർ, സംഘടനാ പ്രവർത്തകർ താഴെത്തട്ടിൽ എന്താണ് ഉത്തരം പറയേണ്ടത്? ഈ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ലേ സാധാരണ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നത്, സാധാരണ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് അവരല്ലേ. അപ്പോൾ അവരെന്തായിരിക്കും ഉത്തരം പറയേണ്ടി വരിക? ബിസിനസ് ചെയ്യുന്നത് പോലെയല്ല എന്ന് താങ്കൾ പറയുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ലാഘവത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളില്ല, മറ്റൊന്നിന് ഞങ്ങൾ ഇതാ തയ്യാറെടുക്കുന്നു എന്ന രൂപത്തിൽ അതിനെ കാണുന്നു. അങ്ങനെയല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത്. അദ്ദേഹത്തിന് ആ തരത്തിലുള്ള രാഷ്ട്രീയ അവഗാഹമില്ല എന്നൊരു വിമർശനം കൂടിയാണോ താങ്കളുടെ വാക്കുകളിൽ? അല്ല, ഞാൻ അങ്ങനത്തെ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ BJP ബിസിനസ് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമില്ല, അദ്ദേഹം ബിസിനസ്സുകാരനായിട്ട് പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഒരു ദിവസം ഒരു ഫൈൻ മോർണിംഗ് റിസൾട്ട് ഉണ്ടാവുന്നതല്ല. അത് ഒരുപാട് കാലത്ത് ഒരുപാട് പ്രവർത്തകരുടെ പ്രയത്നത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ വേർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഒക്കെ ഫലമാണ്. BJP പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് നേതാക്കന്മാരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും ഇലക്ഷൻ പോലത്തെ ഒരു ഇത്രയും ക്രൂഷ്യലായിട്ടൊരു സമയത്ത് മത്സരിക്കാൻ നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് BJPക്കെതിരെ നിരവധി അലിഗേഷൻസ് കഴിഞ്ഞ MLA ആയ ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. BJPയും CPM തമ്മിൽ ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കരുവണ്ണൂർ പോലും അങ്ങനെ പല ഇതിലും BJPയും CPM തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാൻ പറ്റുമല്ലോ. കൃത്യമായിട്ട് മത്സരിക്കുക. BJPക്ക് ഇത്ര 8,000 വോട്ടോ 10,000 വോട്ടോ എത്ര കിട്ടുന്നോ അത് പിടിക്കുക. ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത്. ജയിക്കാൻ്റെ പൂർണ്ണ ഊർജ്ജസ്വത്തോടുകൂടി BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമല്ലോ. BJPയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എനിക്ക് തോന്നുന്നു അവിടുത്തെ ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ 47% ഉണ്ട്. അപ്പം BJPക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറയാമല്ലോ. BJPൻ്റെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരുപാട് സ്കീംസിൻ്റെ വിജയങ്ങൾ അത് മുഴുവൻ BJPക്ക് പറയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിന്. മത്സരിക്കുമെന്ന് കരുതിയായിട്ടായിരിക്കുമല്ലോ വെള്ളാപ്പള്ളി അവിടെ വന്ന് നടത്തിയ ഒരു പ്രസംഗം ഓർക്കുന്നില്ലേ? വെള്ളാപ്പള്ളി അവിടെ വന്ന് നടത്തിയ പ്രസംഗം ഒരു പ്രത്യേക വിഭാഗം അവിടെ കൂടുതലുള്ളത് കൊണ്ട് ശ്വാസം മുട്ടുന്നു
ഈഴവർക്ക് അവിടെ ശ്വാസം മുട്ടുന്നു എന്ന രീതിയിലൊരു പ്രസംഗം നടത്തി ഓർക്കുന്നുണ്ടല്ലോ. അതൊക്കെ തന്നെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നുള്ള തോന്നലിൽ നടത്തിയ പ്രസംഗമായിരിക്കുമല്ലോ. അങ്ങനെയായിരിക്കാം. വെള്ളാപ്പള്ളിൻ്റെ ഒരു SNDP ഒരു ആം എന്ന് പറയാവുന്ന പൊളിറ്റിക്കൽ ആം എന്ന് പറയുന്ന BDJS BJPയുടെ അലയാണ്, NDAൻ്റെ ഒരു അലയാണ് കേരളത്തിൽ. അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇലക്ഷന് മത്സരിക്കാതെ പൂർണ്ണമായിട്ടും ഇലക്ഷന് പിൻവാങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അതിനൊക്കെ എല്ലാ മാനദണ്ഡങ്ങളും താണുപോകും. അപ്പോൾ അത് ആൾക്കാർ പൊതുജനം കൺസിഡർ ചെയ്യാൻ നെക്സ്റ്റ് അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണെങ്കിൽ BJPക്ക് 10-30 സീറ്റിൽ മത്സരിച്ചാൽ പോരെ, ആ സീറ്റ് ഫോക്കസ് ചെയ്താൽ പോരെ. അങ്ങനെയല്ലല്ലോ. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പറ്റുന്ന എല്ലാ സീറ്റുകളിലും മത്സരിക്കുക, ആ സീറ്റുകളിൽ നിന്ന് കഴിയുന്ന സീറ്റുകൾ വിജയിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കേരളത്തിൽ 2014 BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നല്ലോ, ഒ രാജഗോപാൽ നേമത്ത് ജയിച്ചു. അദ്ദേഹം തോറ്റു, അത് വേറെ കാര്യം. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJP തോറ്റു തെരഞ്ഞെടുപ്പ്. പിന്നെ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചു, നല്ല ഭൂരിപക്ഷം ജയിച്ചു തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു അവസരം, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു ബൈ ഇലക്ഷൻ വരുന്നു. ആ ബൈ ഇലക്ഷനിൽ നേരത്തെ രാജിവെച്ച MLA ആയിരുന്ന ശ്രീ PV അൻവർ ഒരുപാട് ആരോപണങ്ങൾ BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്രവും കേരളത്തിൻ്റെ ഗവൺമെൻറ് തമ്മിൽ അലയൻസാണ്, BJPയും CPM തമ്മിലൊരു അലയൻസ് ഉണ്ട്. അതിനൊക്കെ BJPക്ക് തടയിടാനോ അല്ലെങ്കിൽ അതിനെതിരെയെല്ലാം ശക്തമായി ജനങ്ങളോട് പറയാനും പറ്റുന്നൊരു സമയമല്ലേ, ഒരു അവസരമല്ലേ. ആ അവസരം BJP മുതലെടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സാധനം കഴിഞ്ഞ ദിവസം എഴുതിയത്. അത് വ്യക്തിപരമായിട്ട് ആർക്കും എതിരെ പറഞ്ഞൊന്നുമില്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് BJP ഈ ഇലക്ഷന് മത്സരിച്ചു കഴിഞ്ഞാൽ അതിന് പറയേണ്ട കാര്യങ്ങളൊക്കെ അതിന് പറയാൻ പറ്റും. ആ അതിനോട് രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ BJPയിൽ നിന്ന് വന്നിരുന്നോ ശ്രീ അരുൺ ലക്ഷ്മൺ? BJP പ്രതികരിച്ചിരുന്നു അതിനോട്? അല്ല, BJP ഇപ്പം ഞാൻ എഴുതുന്നതിന് പ്രതി ഞാനൊരു ലേമാനായിട്ട് എഴുതിയാണല്ലോ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്നൊക്കെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എഴുതിയല്ലോ. ഞാൻ BJP പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതൊരു പബ്ലിക്കിൻ്റെ ഡൊമൈനിൽ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നേ ഉള്ളൂ. ഞാനത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ എഴുതിയെന്നുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാൻ ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല അതിൽ. പക്ഷേ സ്വാഭാവികമായിട്ടും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ടാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ഗൗരവപരമായിട്ട് രാഷ്ട്രീയമാണത് കേരളത്തിൽ നടത്തുന്നതെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അത് പിന്നോക്കം പോകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും പരാജയപ്പെടുന്നതും അല്ല, അതിനെക്കാട്ടുപരി ആ തെരഞ്ഞെടുപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൻ്റെ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, അതിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുക, ഈ കാര്യങ്ങളൊക്കെ BJPക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനാണ് മുന്നിൽ കാണുന്നതെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് ഗാൽവനൈസ് ചെയ്യാൻ പറ്റുമല്ലോ. 7 പഞ്ചായത്തുകളാണ് തോന്നുന്നു നിലമ്പൂരിലുള്ളത്. ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ സ്ഥലങ്ങളെല്ലാം, ആ വാർഡുകളിൽ മുഴുവൻ പാർട്ടിയുടെ സാധാരണ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം പകരുമല്ലോ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വോട്ടർ ലിസ്റ്റിൻ്റെ പണി നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അടുത്ത പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയൊരു അവസരം വന്നു കഴിഞ്ഞാൽ BJP മത്സരിക്കണ്ടേ? എല്ലാ പാർട്ടിയും മത്സരിക്കല്ലേ. CPIM അവരുടെ സെക്രട്ടറി മെമ്പറെ മത്സരിപ്പിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം M സ്വരാജിനെ പോലത്തെ ഒരു ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ഒരു നേതാവാണ് CPIM മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹത്തിന് ഒരുപാട് സ്പേസുള്ള ഒരാളാണ്, അദ്ദേഹം മത്സരിക്കുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP എന്നുള്ള ഒരു ദേശീയ പൊളിറ്റിക്കൽ പാർട്ടി, ആ പാർട്ടിക്ക് അവിടെ മത്സരിക്കണ്ടേ? അതാണ് എൻ്റെ ഒരു പോയിന്റ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും BJP മത്സരിക്കണം എന്നതിന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇന്നത്തെ ഒരു തീരുമാനം നാളെ NDA മത്സരിക്കാൻ തീരുമാനിക്കും തോന്നുന്നു. 2-ാം തീയതിയുടെ സമയമുണ്ടല്ലോ. ശരി, 2-ാം തീയതി വരെയുള്ള സമയത്തിന് കാത്തിരിക്കുകയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.